Very good morning, dear students. We have started the essay Gender Justice and the Media, written by Ammu Joseph. And in the beginning, we have discussed the interrelated aspects of the topic. And next, the author focuses on the first aspect. What is the first aspect? Representation of women in the mass media or news media. So here Ammu Joseph goes on justifying her selection of this topic, that is news media. How does this news media help her to study the representation of women? So here she point out some of the importance of news media. This news media is everywhere and it has the potential to change our behavior, our attitudes as well, and it has played a key role in democracy by creating a public sphere. And she goes on to discuss the dark sides or the negatives of this news media. What are that? Increasing commercialization. Due to this, it has become the puppets in the hands of dominant sections of the society. So the media have the power to maintain this സ്റ്റാറ്റസ് കോ, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനെ ഇപ്പം നടക്കുന്ന എന്താണ് ഇപ്പോൾ സ്റ്റാറ്റസ്, അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മീഡിയക്ക് നല്ല കഴിവുണ്ട്. അതേപോലെ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നല്ല അധികാരമുള്ള ഓർഡറിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവും മീഡിയക്കുണ്ട് എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. പിന്നെ now Ammu Joseph comes to analyze the representation of women in media content. That is, it is the center point of this essay. ഈ എസ്സേയുടെ സെൻറ്റർ പോയിൻ്റ് എന്താണ്? റിപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ കണ്ടൻറ്റ്. സോ അതിനെ അനലൈസ് ചെയ്യാൻ വരികയാണ്. ഒരു ഇംപ്രഷൻ ഉണ്ട് സാർ, പൊതുവേ ഒരു ധാരണ എന്താണ്? വിമൻ ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ. വേൾഡ് പോപ്പുലേഷനിൽ നോക്കുമ്പോൾ പകുതിയും സ്ത്രീകളാണ്. ബട്ട് ദേ ആർ നോട്ട് ഗിവൻ ജസ്റ്റിഫയബിൾ ഓർ ഈക്വൽ റിപ്രസെൻറ്റേഷൻ ഇൻ ദ മീഡിയ വെൻ കമ്പയർഡ് ടു ദെയർ മെയിൽ കൗണ്ടർ പാർട്ട്. സോ പകുതി സ്ത്രീകൾ ഉണ്ട്, പക്ഷേ മെയിൽ കൗണ്ടർ പാർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് തീരെ ജസ്റ്റിഫയബിൾ അല്ല, അല്ലെങ്കിൽ ഈക്വൽ റിപ്രസെൻറ്റേഷൻ കൊടുക്കുന്നില്ല. മെയിലിൻ്റെ അതേ എണ്ണം സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരുടെ അതേ എണ്ണം സ്ത്രീകളുണ്ട്, പക്ഷേ അവരെ റിപ്രസെൻറ്റേഷൻ അൺഈക്വലാണ്. മെയിലിന് കൂടുതലും എംഫസിസ് കൊടുത്ത് ഫീമെയിലിന് എംഫസിസ് കൊടുക്കാതെയുള്ള റിപ്രസെൻറ്റേഷനാണ്. അങ്ങനെയുള്ളൊരു ജനറൽ ധാരണ അതാണ്. പക്ഷേ ഈ ഒരു പോയിൻറ്റിനെ സ്ഥാപിക്കാൻ ഒരു സഫീഷ്യൻറ്റ് ഡേറ്റ ഇല്ല എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. ഈ ഒരു ഡിസ്പാരിറ്റി അല്ലേ, ഈ ഒരു അൺഈക്വൽ അപ്രോച്ച് പ്രൂവ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ഡേറ്റ ഇല്ല എന്നാണ് ഫസ്റ്റ് അമ്മു ജോസഫ് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരു റിസർച്ച് വേൾഡ് ഗ്ലോബൽ തലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിൽ ഒരു റിസർച്ച് നടത്തുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ആ ഒരു റിസർച്ചിൻ്റെ പേരാണ് ഗ്ലോബൽ മീഡിയ മോണിറ്ററിംഗ് പ്രോജക്റ്റ്, GMMP. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്കസ്റ്റ് റണ്ണിങ് ആൻഡ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് റിസർച്ച്. ഇത് റിസർച്ചാണ് എന്തിനെക്കുറിച്ച്? ജെൻഡർ ഇൻ ന്യൂസ് മീഡിയ. ന്യൂസ് മീഡിയയിൽ എങ്ങനെ ജെൻഡറിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ഓൺ ദ പ്രസൻസ് ഓഫ് വിമൻ ഇൻ മീഡിയ, ദ ജെൻഡർ ബയസ് എന്ന് പറഞ്ഞാൽ ലിംഗവിവേചനം പ്രാക്ടീസ്ഡ് ഇൻ ദ മീഡിയ, ദ നേച്ചർ ഓഫ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഇൻ ദ ന്യൂസ് മീഡിയ. സോ ഇതിനെക്കുറിച്ചുള്ള ഡേറ്റ തരുന്നതാണ്. എന്തിനെക്കുറിച്ചൊക്കെയാണ്? മീഡിയയിലുള്ള വിമൻ്റെ പ്രസൻസ്, പിന്നെ ജെൻഡർ ബയാസ് പ്രാക്ടീസ്ഡ്, പിന്നെ നേച്ചർ ഓഫ് സ്റ്റീരിയോ ടൈപ്പിംഗ്. ഈ ന്യൂസ് മീഡിയയിലൊക്കെ എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത്, അതാണ് പോയിൻറ്റ്സ്. ഇതൊക്കെയാണ് അവർ റിസർച്ച് ചെയ്യുന്നത്. GMMP, ഗ്ലോബൽ മീഡിയ മോണിറ്ററിംഗ് പ്രോജക്റ്റ്. The GMMP is a research that was started in the year 1995, and the data produced every 5 years at the international level ആയിട്ട് 5 വർഷം കൂടുമ്പോൾ ഇവരുടെ ഡേറ്റ അവർ റിസർച്ച് ചെയ്തിട്ട് കളക്ട് ചെയ്ത ഡേറ്റ അവർ പബ്ലിഷ് ചെയ്യും. So it started in the year 1995. So here the author
analyzes the past GMMP data and compares it with the 2015 GMMP data. സോ പൊതുവേ അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്താണ്? ഗ്ലോബലി there has not been any improvement in the representation of women in the news media. പൊതുവേ ഒരു ജനറൽ കണ്ടെത്തൽ എന്താണ്? റിപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ന്യൂസ് മീഡിയ there is no any improvement. ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കാണാൻ സാധിച്ചില്ല. ഇവർ ഓരോരോ വർഷം 5 വർഷം കൂടുമ്പോൾ 2010 എഡിഷനിൽ 108 കൺട്രീസാണ് ഇവരെ റിസർച്ചിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ 2015 114 കൺട്രീസിനെ ഉൾപ്പെടുത്തി. പക്ഷേ രണ്ട് എഡിഷനിലും അവർ ഇന്ത്യനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അവർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ചിൻ്റെ നെയിമാണ് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ NWMI. അതാണ് ഇന്ത്യയിലുള്ള മോണിറ്ററിങ് എക്സസൈസ് ചെയ്ത ഒരു റിസർച്ചിൻ്റെ പേര്. GMMP ഗ്ലോബലി ആണെങ്കിൽ NWMI എന്നുള്ളത് ഇന്ത്യയിലുള്ളതാണ്. സോ ഇന്ത്യയിൽ അവരെന്തൊക്കെയാണ് മോണിറ്റർ ചെയ്തത്, അല്ലെങ്കിൽ അവരെന്താണ് അവർ റിസർച്ച് കണ്ടെത്തിയത്? 2010 അവരെ റിസർച്ചിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? 2010 അവർ കവർ ചെയ്തത് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ, ജേർണൽസ്, മാഗസീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ TV, റേഡിയോ, ന്യൂസ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഒറ്റ ലാംഗ്വേജ് അല്ല, പല ലാംഗ്വേജസ് ഉള്ളതാണ്. സോ ഈ ലാംഗ്വേജസിൽ എല്ലാത്തിലും എങ്ങനെ വിമൻ മീഡിയയിലും പ്രിൻറ്റിലും TVയിലും റേഡിയോയിലും എങ്ങനെയാണ് വിമനെ റിപ്രസെൻറ്റ് ചെയ്തത്. സോ ഇതൊക്കെയാണ് അവർ കവർ ചെയ്തിരുന്നത് 2010. 2015 അവർ പ്രിൻറ്റ്, TV ആൻഡ് ഇൻ്റർനെറ്റ് ന്യൂസാണ് അവരെ സ്റ്റഡിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ 2015 റേഡിയോയും ട്വിറ്ററും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ജനറലി ഓദർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഈ സർവേയിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ജനറലി മനസ്സിലായത് എന്താണ്? ഓവർ ദ 5 years ഫ്രം 2010 to 2015 only 24% ഓഫ് വിമൻ or heard, read about or seen in newspaper. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 50% ഉള്ള വിമൻ പോപ്പുലേഷനിൽ ആകെ 24%, only 1/4% ഓഫ് പേഴ്സൺസ് ആർ ഹേർഡ് ഇൻ ദ ന്യൂസ് മീഡിയ ഗ്ലോബൽ. അത് 2010 എഡിഷനും 2015 എഡിഷൻ എടുത്താലും രണ്ടിലും ഒരു മാറ്റവും ഇല്ല. there is no improvement, the same 24%. പിന്നെ ഇന്ത്യയിൽ നോക്കുമ്പോൾ ആ ആവറേജിലും കുറവാണ്. ഇന്ത്യയിൽ എത്രയാണ്? 21% ആണ്. ഷി ഓൾസോ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഓവറോൾ presence of women in Indian media was just 21% in the year 2015. സോ ഗ്ലോബലി 24% ആണെങ്കിൽ ഇന്ത്യയിൽ എത്രയാണ്? 21% ഓഫ് വിമൻ ആർ presented in Indian media. So this percentage is lower than the world average, which is 24%. So we have to understand that globally this relative invisibility of women and the traditional media can also be seen in the digital media platform also. ഫസ്റ്റ് ട്രഡീഷണൽ ന്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഓഫ് ട്രഡീഷണൽ ന്യൂസ് എന്താണ്? ന്യൂസ് പേപ്പർ, ന്യൂസ്, റേഡിയോ, TV, ഇതൊക്കെയാണ് എക്സാമ്പിൾ ഓഫ് ട്രഡീഷണൽ ന്യൂസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ എക്സാമ്പിൾസാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഇൻ്റർനെറ്റ് ന്യൂസ്, ഇതൊക്കെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സോ ഇത് രണ്ടിലും നമുക്ക് വുമൻ ആർ നോട്ട് വിസിബിൾ ഇൻ ദീസ് 2 സെക്ഷൻസ്. ഇത് രണ്ടിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയാലും ട്രഡീഷണൽ ന്യൂസിലായാലും നിങ്ങൾക്ക് വിമനെ വളരെ ചുരുക്കമേ കാണാൻ സാധിക്കും. ദേ ആർ ഇൻവിസിബിൾ എന്ന് അവരെ കാണാനേ സാധിക്കുന്നില്ല എന്നാണ് ഓദർ പറയുന്നത്. സോ ഗ്ലോബലി ദ വിമൻ ആർ ഇൻവിസിബിൾ ബോത്ത് ഇൻ ന്യൂസ് മീഡിയ ആൻഡ് ഡിജിറ്റൽ മീഡിയ. But in India, 36% of women appear to be better represented in Indian news websites than in the traditional media. പക്ഷേ ഇന്ത്യയിൽ കാണുവാണെങ്കിൽ
ട്രഡീഷണൽ ന്യൂസിനെക്കാട്ടി കൂടുതലും ന്യൂസ് വെബ്സൈറ്റ്സിൽ ഇന്ത്യൻ ന്യൂസ് വെബ്സൈറ്റിൽ അതീസ് ഇൻ്റർനെറ്റ് ന്യൂസിൽ അവരെ 36% വിമൻ റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ GMMPയിലൂടെ അവർ മനസ്സിലാക്കിയ ഡേറ്റ ഇതാണ്. 24% വേൾഡിൽ 50-50 ഉള്ള പോപ്പുലേഷനിൽ ആകെ 1/4% ഓഫ് വിമൻ ആർ റിപ്രസെൻറ്റഡ് ഇൻ മീഡിയ വെൻ കമ്പയർ ടു ദ മെയിൽ കൗണ്ടർ പാർട്ട്. സോ GMMP ഡേറ്റ എന്ന് പറയുന്നത് ഒരു സ്നാപ്ഷോട്ടാണ്. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ പോലെയാണ്. അവർ ജസ്റ്റ് ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. സോ ആഫ്റ്റർ ഇൻ്റർപ്രറ്റിംഗ് ദ അവൈലബിൾ ഡേറ്റ ഓഫ് GMMP, അമ്മു ജോസഫ് എന്താണ് കണ്ടെത്തിയത്? മെനി ആസ്പെക്ട്സ് ഓഫ് ദി ന്യൂസ് കവറേജ് നീഡ് ടു ചേഞ്ച് ഇഫ് ദേ വോണ്ട് ടു റിപ്രസെൻറ്റ് സൊസൈറ്റി കറക്റ്റ്ലി ഓർ റിയലിസ്റ്റിക്കലി. സോ അവർ സൊസൈറ്റീനെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ റിയലായിട്ട് അവർക്ക് പോർട്രേ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ന്യൂസ് കവറേജിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. മെനി ആസ്പെക്ട്സ് ഓഫ് ദ ന്യൂസ് കവറേജ് നീഡ് ടു ബി ചേഞ്ച്ഡ് എന്നാണ്. നമ്മൾ ന്യൂസ് കവറേജ് ചെയ്യുമ്പോൾ അതിലൊരുപാട് ആസ്പെക്ട്സ് ഉണ്ടാവും. ആ ആസ്പെക്ട്സിനൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്കൊരു സൊസൈറ്റീനെ നമുക്ക് റിയലായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. It won't be a justifiable representation of society if women who constitute more than half of the population are given less than a quarter portion of coverage in news media. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്ത്രീകൾ എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷനിൽ പകുതി ആൾക്കാരാണ്. പക്ഷേ അവരെ റിപ്രസെൻറ്റേഷൻ, അവരെ ന്യൂസ് കവറേജ് എത്രയാണ്? ക്വാർട്ടർ പോർഷനാണ്, 24% മാത്രമാണ്. അപ്പോൾ ഒരിക്കലും എന്താണ് ഒരു സൊസൈറ്റീനെ ജസ്റ്റിഫൈ നല്ല രീതിയിൽ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ അവർക്ക് ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. Now the author Ammu Joseph intends to list out the reasons for this unjustifiable and unfair representation of women in news media. So എന്താണ് കാരണങ്ങൾ ഇങ്ങനെ അൺജസ്റ്റിഫയബിൾ റിപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അൺഈക്വൽ റിപ്രസെൻറ്റേഷൻ്റെ കാരണം എന്താണെന്ന് അമ്മു ജോസഫ് കണ്ടെത്തുകയാണ്. മീഡിയ എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എസ്റ്റേറ്റ്സ് ഉണ്ട് ഡെമോക്രസിക്ക്. ഫസ്റ്റ് വൺ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ്, നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കി അത് സംരക്ഷിക്കാനുള്ളതാണ് ജുഡീഷ്യറി. സോ ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ് മീഡിയ. ഈ മീഡിയ ഹാസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ അല്ലേ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫോർത്ത് എസ്റ്റേറ്റ് ഓർ ദ വാച്ച് ഡോഗ് ഓഫ് ദിസ് ഡെമോക്രസി. ഒരു കാവൽ നായ പോലെയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നായ എന്താണ് ചെയ്യുക? വീട്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടെന്ന് തോന്നിയാൽ അത് ഇറ്റ് വിൽ ഒച്ച ഉണ്ടാക്കും അല്ലേ, മറ്റുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റിങ് കൊണ്ടുവരാൻ അവർ ഒച്ചപ്പാടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് മീഡിയ. നമ്മളെ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഡെമോക്രസിയിൽ എന്തെങ്കിലും പ്രശ്നം തട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും ഇൻഫോം ചെയ്ത് അതിനുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഫോം ചെയ്യുന്ന അതേ ഒരു റോളാണ് മീഡിയ വഹിക്കുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്ന ന്യൂസ് മീഡിയയിൽ എന്താണ് ജെൻഡർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ജനറൽ ന്യൂസ് കവറേജിൽ ജെൻഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ജെൻഡർ ഈസ് സ്റ്റിൽ നോട്ട് ഇൻകോർപ്പറേറ്റഡ്. അതിനെ ജെൻഡർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ന്യൂസ് കവറേജ് അല്ല ചെയ്യുന്നത് എന്നാണ് അമ്മു ജോസഫ് പറയുന്നത്. സോ ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് അൺഈക്വൽ റിപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ന്യൂസ് മീഡിയ. So GMMP report of 2005 says that gender angle is absent in the hard news. Hard news എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ന്യൂസ് അല്ലെ ബിസിനസ്, പൊളിറ്റിക്കൽ, അത് സൊസൈറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ആ ന്യൂസ് പെട്ടെന്ന് തന്നെ അവർ ഇൻഫോം ചെയ്യും. നമുക്ക് കാണാം ഫ്രണ്ട് പേജസിലൊക്കെ ഇങ്ങനെയുള്ള ഹാർഡ് ന്യൂസ് വരുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് സോഫ്റ്റ് ന്യൂസ്. സോഫ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഫോർ എക്സാമ്പിൾ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്, അല്ലെങ്കിൽ കുറച്ച് പേരുടെ കഥകൾ പറയുന്നത്,
പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്ന ചെറിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് സോഫ്റ്റ് ന്യൂസ്. സോ ഈ ഹാർഡ് ന്യൂസിൽ ജെൻഡർ ആംഗിൾ ഇല്ല. അതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഈ ഡെഫിനിഷൻ ഓഫ് ന്യൂസിനെ ന്യൂസ് വേർതിനെസ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് വേണം. അതാണ് ന്യൂസ് വേർതിനെസ്. ഈ ന്യൂസ് വേർതിനെസ്സിൻ്റെയും ന്യൂസിൻ്റെയും ഡെഫിനിഷനിൽ തന്നെ ഒരു ലിമിറ്റഡ് അപ്രോച്ചാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് GMMP റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വൺസ് മോർ ഐ വിൽ എക്സ്പ്ലെയിൻ. ഈ ജെൻഡർ ആംഗിൾ ആബ്സെൻസ് ആയതുകൊണ്ട് എന്താണ് ഹാർഡ് ന്യൂസിൽ ഈ ജെൻഡർ ആംഗിൾ ആബ്സെൻ്റ് ആയത് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ലിമിറ്റഡ് അപ്രോച്ച് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ന്യൂസ് ആൻഡ് ന്യൂസ് വേർത്തിനെസ്സിൻ്റെയും ന്യൂസിൻ്റെയും ഡെഫിനിഷൻ തന്നെ ലിമിറ്റഡ് അപ്രോച്ചാണ് കാണിക്കുന്നത് എന്നാണ് GMMP റിപ്പോർട്ട് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് until here. If you have any doubts, please message me or you can call me. Thank you.